ഞാൻ 90 കിഡാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഞങ്ങൾക്കില്ല, സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ ഫീലിങ്സ് നമ്മൾ ഉള്ളിൽ അടക്കി പോകേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പറയാനൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഞാനിപ്പോൾ ഗേ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ കൂടി ഞാൻ ഗേ ആണെന്ന് പറയുമ്പോൾ ആളുകൾ എന്നെ സെക്ഷൽ ആയിട്ടുള്ള ഒരു കണ്ണിലൂടെ മാത്രമേ കാണൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. 131 രാജ്യങ്ങളിൽ എന്തോ ചൈൽഡ് മാരേജ് ലീഗലാണ്. പക്ഷെ എത്ര രാജ്യങ്ങളിലാണ് സെയിം സെക്സ് മാരേജ് ലീഗലായിട്ടുള്ളത്? അതെ, നിയമത്തിലൂടെ മാത്രമേ നമുക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ലോ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. നാദ്രയുമായി നല്ല അടുപ്പമുള്ള ഒരാളാണ് ശിരോഷേട്ടൻ. എപ്പോൾ വിളിച്ചാലും ഞാൻ നമ്മുടെ ഗവൺമെന്റ് പരിപാടിയായാലും എന്ത് പരിപാടിയായാലും ഞാൻ ഫ്രീ ആയിട്ട് വരും എന്ന് പറഞ്ഞ അത്രയും ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് നാദ്ര. നമ്മൾ ഈ കാതൽ സിനിമ കാണുമ്പോൾ ഇത് എന്താ പറയാ, അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണെന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷെ നോട്ട് അറ്റ് ഓൾ. കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പറയാനൊരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഞാനതാണ് ഇപ്പോഴത്തെ ജനറേഷൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ 90 കിഡാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഞങ്ങൾക്കില്ല, സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ ഫീലിങ്സ് നമ്മൾ ഉള്ളിൽ അടക്കി പോകേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയില്ല. അവർക്കെല്ലാം അറിയാം, എല്ലാം എക്സ്പ്രസ് ചെയ്യാം, ആരും അവരെ ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ ഈ തമാശക്കൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയാറുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പേടിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സാധനം എന്ന് പറയുന്നത് അത് തന്നെയാ. ഈ പറഞ്ഞ പേടിയില്ല, കമ്മിറ്റ്മെന്റും ഇല്ല, ഇൻഹിബിഷൻസും കുറവാണ്. ഇങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിസിഷൻ എടുക്കുന്നതിൽ അവർക്ക് പലപ്പോഴും നമ്മളെ പോലെ ഒരു സ്ട്രോങ് ആയിട്ട് പലപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ കുറെ അധികം സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിപ്പോ സ്റ്റോറി ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് നാദ്രയുമായി നല്ല അടുപ്പമുള്ള ഒരാളാണ് ശിരോഷേട്ടൻ. അപ്പൊ എങ്ങനെയാണ് നാദ്ര? എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ബിക്കോസ് നാദ്ര ഞാൻ 2017 ഞാൻ ക്യൂറിതം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു LGBT ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം നാദ്രയൊക്കെ അതിലുണ്ടായിരുന്നു. അന്ന് നജീബായിരുന്നു. ഭയങ്കര കാര്യമായിരുന്നു. സിനിമേട്ടാ അപ്പം നമുക്ക് വൈകിട്ട് ചായ കുടിക്കാൻ പോകാനൊക്കെ പറഞ്ഞ് കനവൊക്കെ പോയി ഞങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ആ ഒരു കൂട്ടായ്മ അന്ന് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, ശ്യാമ, പ്രജിത്ത്, ഭരതൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് നമ്മളെല്ലാം സ്പ്ലിറ്റായി. അതായത് എല്ലാവരും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് മാറി. നാദ്ര പഠിക്കാൻ പോയി, ജേർണലിസം കഴിഞ്ഞു. പിന്നെയുള്ള ചേഞ്ച് വളരെ പെട്ടെന്നായിരുന്നു. ബിഗ് ബോസിലേക്കൊക്കെ വരുന്നു. എനിക്ക് ഭയങ്കര ഞങ്ങള് ഇങ്ങനെ നോക്കാൻ ഇവൾ ഇത്ര നന്നായിട്ട് സംസാരിക്കുമെന്നൊക്കെ ആലോചിക്കുകയായിരുന്നു. കാരണം ഞാൻ കൂടെ നടക്കുമ്പോൾ അത്രയില്ല. പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യവും സംസാരിക്കുന്നു. നാദ്ര എനിക്ക് എപ്പോഴും നല്ല ക്ലാരിറ്റി, എല്ലാ കാര്യത്തിലും നല്ല ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ ഇപ്പോഴും എപ്പോൾ വിളിച്ചാലും ഞാൻ നമ്മുടെ ഗവൺമെന്റ് പരിപാടിയായാലും എന്ത് പരിപാടിയായാലും ഞാൻ ഫ്രീ ആയിട്ട് വരും എന്ന് പറഞ്ഞ അത്രയും ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ് നാദ്ര. അതെ, ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. ഈ പ്രജിത്ത് ആയാലും ശ്യാമയായാലും. ശ്യാമ സോഷ്യൽ ജസ്റ്റിസിന്റെ പ്രൊജക്ട് ഓഫീസർ ആയിരുന്നു, TG സെല്ലിന്റെ. അങ്ങനെയുള്ള കുറച്ച് ശ്രാവന്തിക, നമ്മുടെ കർഷക അവാർഡ് കിട്ടിയ ശ്രാവന്തിക, അങ്ങനെ ഒത്തിരി സർക്കിൾ, കുറെ ആളുടെ പേരൊക്കെ എന്നോട് മറന്നു പോകും. പക്ഷെ എന്നാലും എല്ലാവരും സർക്കിൾ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലുണ്ട്. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ല കോണ്ടാക്റ്റിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതെ, ലൈക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഈ LGBTQA കമ്മ്യൂണിറ്റി അതൊന്ന് വിശദീകരിക്കാമോ? അതാണ് ഇച്ചിരി പാട്. എൻ്റെ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ്, ക്യൂർ, QA+, പിന്നെ അസെക്ഷൽ എന്നിട്ട് അങ്ങനെ ഒരുപാട് പ്ലസ് ആണ്. അത് ഒരുപാട് പോകുന്നുണ്ട്. അത് ഇപ്പോഴും ഡിഫൈൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ കൂടുതലായും വിസിബിലിറ്റിയിൽ ഉള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ലെസ്ബിയൻ ആയാലും ഗേ ആയാലും ട്രാൻസ്ജെൻഡർ, ട്രാൻസ്വുമൻ, ട്രാൻസ്മെൻ, ഇവരാണ് കൂടുതലും വിസിബിലിറ്റിയിൽ ഉള്ളത്. ഈ പ്ലസ് 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 എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? സെക്ഷൽ വരുന്നുണ്ട്, പാൻസെക്ഷൽ വരുന്നുണ്ട്, അങ്ങനെ കുറച്ചധികം ഉണ്ട്. കാരണം ഞാനതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയ ഒരാളല്ല, അതുകൊണ്ടാണ് ബാക്കി പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ക്യൂർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വളരെ എനിക്കൊന്ന് ഈ ട്രാൻസ്ജെൻഡർ സെല്ല് വന്നതിന് ശേഷം
സെല്ല് റിലേറ്റഡ് ആയിട്ട് ട്രാൻസ് വുമണും ട്രാൻസ് മെന്നും വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ ഹോം ആയാലും എഡ്യൂക്കേഷനും ജോബ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. എങ്കിലും ഒരു വലിയ എന്താ പറയുക ഒരു ക്യൂർ എന്ന് പറയുന്ന അംബ്രല്ലയുടെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഞാൻ ഇടം പറഞ്ഞൊരു ക്യാമ്പയിൻ നേരത്തെ പറഞ്ഞു, നമ്മളത് ട്രാൻസ്ജെൻഡർ തുടക്കത്തിൽ ട്രാൻസ്ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരുന്നു ചിന്തിച്ചത്. പിന്നെ അത് ചർച്ച ചെയ്ത് അത് ക്യൂർ ആക്കി മാറ്റി. എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യൂർ എന്ന് പറയുന്ന അംബ്രല്ലേനെ മൊത്തം കൊണ്ടുവരുന്ന രീതിയിൽ ക്യൂർ ഇൻക്ലൂസീവ് ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് എന്നാണ് ആ ഒരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഒരു പ്രോഗ്രാം വരുന്നത് ആദ്യമായിട്ടായിരിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിസിബിലിറ്റിയിലൊന്നും വന്നിട്ടില്ല. കുറച്ചും കൂടി കൂടുതലായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടെ ആയാലും കുറച്ചും കൂടി കൂടുതലായിട്ട് അത്തരം കാര്യങ്ങൾ വന്നാൽ മാത്രമേ ചേഞ്ചസ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ചേഞ്ചിലേക്ക് കാര്യം എത്താൻ സാധിക്കുള്ളൂ. അതെ. അപ്പോൾ ഈ പറഞ്ഞ സെല്ല് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തായിരുന്നു? ലൈക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ ഐഡിയ എത്തിക്കാനായി? TG സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ അടിസ്ഥാന അതിൻ്റെ ഉത്തരവ് പ്രകാരം TG സെൽ എല്ലാ സ്റ്റേറ്റിലും വേണം എന്നുള്ളൊരു റൂൾ എന്തോ ഉണ്ട്. അത് പ്രകാരമാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ട്രാൻസ്ജെൻഡർ സെല്ല് രൂപീകരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഇൻ ദ സെൻസ് വളരെ പെർസെൻറ്റേജ് കുറവാണ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയാണ്, വീണ്ടും പറയുകയാണ്. എങ്കിലും ഈ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു പോകുന്നില്ലേ? കുറേ പേർ പുറത്തുണ്ട് ഈ പറഞ്ഞ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാതെ. അത് പുറത്തുള്ള ആളുകൾക്ക് ഉള്ളിലേക്ക് വരണമെങ്കിൽ അവർക്കൊരു എന്താ പറയുക നിൽക്കുന്ന സ്പേസ് ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം. വന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പ്രോഗ്രാമിന് പോയതിനു ശേഷം വരുന്ന കോൺസിക്വൻസസ് ഞാൻ ഫേസ് ചെയ്യണം. അങ്ങനെ ഒരു ചാലഞ്ച് മനസ്സിലുണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലോ സ്ട്രിക്റ്റ് ആയിട്ട് വരണം. ലോയിലൂടെ അല്ലാതെ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാരേജ് ഇവിടെ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് അത് ലോ കൊണ്ടുള്ള ഒരു സംരക്ഷണം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പത്രത്തിൽ ലോ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. റീസെൻ്റ്ലി മോഹൻ ഭാഗവത് ഉൾപ്പെടെ പറഞ്ഞ കാര്യം അതാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ക്യൂർ ആയിട്ടുള്ള വ്യക്തികളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അവരുൾപ്പെടുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നു. ഇത്രയും വർഷത്തിന് ശേഷമാണ് ഒരു വലിയൊരു പൊളിറ്റിക്കൽ ലീഡർ, അതും RSSൻ്റെ പോലെയുള്ള ഇത്രയും വലിയൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ അത് പറയുന്നത്. അതൊക്കെ വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതുപോലും എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് കാൻഡിഡേച്ചർ കൊടുക്കുന്നു, ട്രാൻസ്ജെൻഡർ സെല്ലുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ടാണോ അതോ ഈ പറഞ്ഞ ഇൻക്ലൂസീവ്നെസ് ആയിട്ടാണോ കാണുന്നത്? ഇൻക്ലൂസീവ്നെസ് TG സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഇൻക്ലൂസീവ്നെസ് തന്നെയാണ്. അത് കേരളം ട്രാൻസ്ജെൻഡർ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊരു നല്ലൊരു സ്റ്റേറ്റ് ആണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ പാർട്ടികൾക്കും, ഞാൻ എല്ലാവരും തുല്യരായി തന്നെയാണ് പറയുന്നത്, അവർക്കൊക്കെ ഉണ്ടാകുമല്ലോ. ഇവരെ കാൻഡിഡേറ്റ് ആക്കുന്നു, ഞങ്ങൾ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുന്നു എന്നൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എത്രയോ കാലങ്ങളിൽ രാജ്യം ഭരിച്ച ആളുകൾ ഇപ്പോഴും ഭരിക്കുന്ന ആളുകളൊക്കെ സെക്ഷൻ 377 ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ബാൻ ചെയ്തത് ഏത് ഇയറിലാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഇന്നും പല ഈ പറഞ്ഞ സെയിം സെക്സ് മാരേജ് പോലെ ഉള്ള കാര്യങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവരുമ്പം ആരാണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്, ആരാണ് അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി പല ആളുകളും ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. 131 രാജ്യങ്ങളിൽ എന്തോ ചൈൽഡ് മാരേജ് ലീഗലാണ്. പക്ഷെ എത്ര രാജ്യങ്ങളിലാണ് സെയിം സെക്സ് മാരേജ് ലീഗലായിട്ടുള്ളത്? എനിക്കൊന്ന് 30-40 ഇടയിലുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് ലീഗലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനൊരു നിയമപരിരക്ഷ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു നിയമപരിരക്ഷ തന്നെയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇതിനൊരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതെ, നിയമത്തിലൂടെ മാത്രമേ നമുക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ലോ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. എങ്കിൽ മാത്രമേ അതൊരു എന്താ പറയുക ഓൾ സ്ഥലങ്ങളിലേക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ആളുകളിലേക്കും എത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനോ എന്താ പറയുക സപ്പോർട്ടോ എന്താ പറയുക ആ രീതിയിലേക്ക് മാറുകയുള്ളൂ. അതെ, ഈ കമ്മ്യൂണിറ്റിക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ലൈക്ക് എല്ലാവർക്കും ഒരേ പ്രിവിലേജുകളിൽ നിന്നല്ല വരുന്നത്, ചിലപ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസം പോലും കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല,
എനിക്ക് തോന്നുന്നു TG സെല്ല് മുഖേന ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് സ്വയം തൊഴിലിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, സ്വയം തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ മറ്റ് കാറ്റഗറി ഓഫ് ആളുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ട്രാൻസ്ജെൻഡർ പീപ്പിളിന് മാത്രം. അതും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സ്വയം തൊഴിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. അതല്ലാതെയുള്ള വേറെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എവിടെ നിന്നും വരുന്നത് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സർജറി ഉൾപ്പെടെയുള്ള കാര്യം സർജറിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ട്രാൻസ് വുമൺ, ട്രാൻസ് മെൻ ആയിട്ടുള്ള ആളുകൾക്ക് സർജറിക്ക് അവർക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പല ആളുകളും വരുമാനം കണ്ടെത്തുന്നത് അവരുടേതായിട്ടുള്ള തൊഴിലിടങ്ങളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ ഫിനാൻഷ്യൽ സപ്പോർട്ട് പുറത്തുനിന്ന് എവിടെ നിന്നും വരുന്നില്ല. അതെ, ഇപ്പോൾ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ സെക്സ് വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവരാണ് സമൂഹത്തെ നശിപ്പിക്കുന്നത്. അത് ശരിക്കും സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നതാണോ? അല്ല, അത് എനിക്ക് തോന്നുന്നു പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേയൊക്കെ കമ്മിങ് ഔട്ടൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് വേറെ വരുമാനമില്ല, അവർക്ക് അക്സെപ്റ്റൻസ് ഇല്ല, വേറെ വരുമാനമില്ല. അങ്ങനെ ഒരു രീതിയിലാണ് അവരെ ഇത്തരം തൊഴിലിലേക്ക് നിർബന്ധിതരായി പോകേണ്ടി വന്നത്. പിന്നെ സിനിമകളും മറ്റുമൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്താ അങ്ങനെ തന്നെയല്ലേ? ഹിജഡി ആയാലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെയൊക്കെയും സെക്ഷൽ വർക്ക് എന്നുള്ള രീതിയിലാണ് അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇമേജ് ഞാനിപ്പോൾ ഗേ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ഞാൻ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എങ്കിൽ കൂടി ഞാൻ ഗേ ആണെന്ന് പറയുമ്പോൾ ആളുകൾ എന്നെ സെക്ഷൽ ആയിട്ടുള്ള ഒരു കണ്ണിലൂടെ മാത്രമേ കാണും. അത് ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ തന്നെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നതും കൂടുന്നത്. തീർച്ചയായിട്ടും ചൂഷണം വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നമുക്ക് പറയാന്നുള്ളതാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒന്ന് ചിന്തിച്ചാൽ അറിയില്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. ഇത് എങ്ങനെയാണ് ഇതിനൊരു കടിഞ്ഞാണിടുക? ഈ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാവർക്കും വരുമാനം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറയും മാക്സിമം. പിന്നെ ഈ പറഞ്ഞ പോലെ ലോ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് വരുമ്പം കൂടുതൽ ആളുകളും പുറത്തുനിന്ന് ആളുകൾക്കൊക്കെ ഇപ്പം കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്ത് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. എൻ്റെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ കാനഡയിലേക്ക് എഡ്യൂക്കേഷന് വേണ്ടി പോയി. അവരൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഗേ ആയിട്ടുള്ള വ്യക്തികളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്കൊരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. സോ അവരൊക്കെ അവിടെ പോയിട്ട് അവിടെ സെറ്റിൽ ആകുകയാണ് പല ആളുകളും. സോ അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല? അപ്പോൾ അങ്ങനെയുള്ള ചിന്ത എല്ലാവരിലും വരും. അതെ, എനിക്ക് തോന്നുന്നു ഈ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ക്രൈം റേറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നീതിയിലും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകൾ എത്രത്തോളം കമ്മ്യൂണിറ്റി സൗഹൃദമാണെന്ന് ചോദിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും ടെൻഷനില്ല. കാരണം ഫിലിംസിലും അത്തരം ഇതിൽ മാത്രം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ റിയലി നമ്മളത് അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷനുണ്ട്. അത്തരം ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ആകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു നല്ലൊരു പൊസിഷനിലിരിക്കുന്ന നല്ലൊരു ജോലിയുള്ള ഒരാൾക്ക് ഇത് ഇങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ എന്തായിരിക്കും ആ പേടി? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഈ ജോബും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എത്രയോ ആളുകൾ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഓപ്പൺ ആവാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയൊക്കെ സിറ്റുവേഷൻസും വളരെ പ്രയാസമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോഴേക്ക്. അതെ, ഇപ്പോൾ ഒരു ഗേ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ശ്രൈണ്യഭാവമുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും എന്താണ്? ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കമ്മിങ് ഔട്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുമ്പോഴാണ് ആദ്യമായിട്ട്. ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി എന്നോട് ചോദ്യം, നിന്നെ കാണാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നിന്നെ കാണുമ്പോൾ അങ്ങനെ സ്ത്രീകളെ പോലെ ഒന്നും ഇല്ലല്ലോ, നീ ഭയങ്കര കാര്യമാണല്ലോ. പിന്നെ എൻ്റെ ഓഫീസ് സ്പേസിലായാലും പറയും, സാർ ഭയങ്കര മാൻലിയാണ്. എന്നോട് പറയുന്ന ആളുകളൊക്കെയും പറയും, നിന്നെ കണ്ട അങ്ങനെ പറയില്ല, നീ ഭയങ്കര മാൻലി ആണല്ലോ. ആ ഒരു കൺസെപ്റ്റാണ് തെറ്റ്. ഇപ്പം ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പോർട്രേ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്ത്രൈണതയുള്ള ഒരു വ്യക്തി അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാത്തരം ആളുകളും നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചല്ല ഗേ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ഇച്ചിരി ഫെമിനായിട്ടുള്ള ആളുകളുണ്ടാവും, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരാളുടെ രൂപവും വേഷവും കണ്ടിട്ട് അയാൾ ഗേ ആണോ ലെസ്ബിയൻ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ മുടി വെട്ടി നടക്കുന്ന പെൺകുട്ടികളെ ലെസ്ബിയൻ ആണോ എന്ന് പറയുന്നൊരു തോട്ട്, അതൊക്കെ സിനിമ കൊണ്ടുവരുന്നതാണ്, അല്ലാതെ റിയലി അങ്ങനെയല്ല ശരിക്കും. അതെ, എനിക്കൊന്നും ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് ഇതാണ് എന്ന് പറയാൻ കഴിയാത്ത മാസ് മീഡിയ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ആളുകളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു, പിന്നെ ഇത് മായുന്നില്ല. ഈ ഒട്ടും പ്രതീക്ഷിക്കാതെ മോശമായി വന്ന് അപ്രോച്ച് ചെയ്തതിന് ആൺ സുഹൃത്തുക്കളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? എന്നോട് ഇല്ല, ഒരിക്കലും ഇല്ല. പൊതുവെ എനിക്ക് ഇച്ചിരി മാൻലി കൂടുതലാണ്. ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. മെസ്സേജ് ഒക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ മെസ്സേജ് അയക്കും. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തായാലും എനിക്ക് ഒന്ന് ചോദിക്കാനൊക്കെ പേടിയായിരിക്കും, എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെ. ഇല്ല,
ഞാൻ ഭയങ്കര കൂളായിട്ടാണ്, ഇങ്ങനെ ഭയങ്കര എനിക്ക് ഈ പ്രശ്നങ്ങളിലൊന്നും പോകാൻ താല്പര്യമില്ലാത്ത, പ്രശ്നങ്ങൾ കണ്ടാൽ വഴിമാറി നടക്കുന്ന അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇനി മിസ്റ്റർ ഗെയിം വേൾഡ് ടൈറ്റിലിൽ കാണാൻ കഴിയുമോ ഷിനു ചേട്ടനെ? ഞാൻ പ്രതീക്ഷിക്കാണ്ട് പോയതാണ്. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു സമയത്ത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തൊരു ഇവൻ്റാണ്. പക്ഷെ എന്താ പറയുക, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞ പോലെ അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിൽ എനിക്ക് മിസ്റ്റർ ഗേ കേരള എന്നുള്ള ടൈറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യയുടെ ചേഞ്ച് മേക്കർ എന്ന് പറഞ്ഞ ടൈറ്റിലായിരുന്നു. ആക്ച്വലി ഇത്ര 30ഓളം ആളുകൾ അപ്ലൈ ചെയ്തതിൽ 9 പേരാണ് ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ട് ചെയ്യുന്ന നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു പ്രസൻറ്റേഷനുള്ള അവാർഡാണ്. രാജ്യത്ത് ഇത്രയും സ്റ്റേറ്റിന് റെപ്രസെന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കേരളത്തിൽ ചെയ്ത ഒരു കുഞ്ഞു പ്രൊജക്ടിന്റെ പേരിലാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇടം പ്രൊജക്റ്റും ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ചെയ്ത് ചില മെന്റൽ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്യാമ്പയിൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് വലിയൊരു അഭിമാനമുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അതുകൊണ്ട് നിർത്തി, ഇനി പോണില്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇനി റിജക്ഷൻ കിട്ടാൻ വയ്യാട്ടോ. അതെ, എനിക്ക് ഈ ടൈറ്റില് ചോദ്യങ്ങളും ഇന്ററാക്ഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതില് ഏറ്റവും സന്തോഷം, ആൻസർ ചെയ്തപ്പോ സന്തോഷം തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഇത് ആക്ച്വലി 4 ദിവസം കോമ്പറ്റീഷൻ ആയിരുന്നു. ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് റൗണ്ട്സ് ഉണ്ടായിരുന്നു. കുക്കിംഗ് റൗണ്ട്, പിന്നെ സ്പോർട്സ് ഫിറ്റ്നസ് റൗണ്ട് ഉണ്ടായിരുന്നു, റാപ്പിഡ് ക്വസ്റ്റ്യൻ റൗണ്ട് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ റാമ്പ് വോക്ക്, അങ്ങനെ ഒരുപാട് റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഫൈനൽ റാമ്പ് വോക്ക് സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, സൊസൈറ്റിയിൽ നിങ്ങൾ പവറിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആകെ കൂടി വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്. അതായിരുന്നു സന്തോഷം. ബിഗ് ബോസിൽ വരുമോ? ബിഗ് ബോസിൽ സാധ്യതയില്ല. ഞാൻ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തു, പിന്നെ റിജക്ട് ചെയ്തല്ല, അപ്ലൈ ചെയ്ത് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ റിജക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് വരും. അതുകൊണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാലും എനിക്ക് തോന്നുന്നു അത്തരം ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് റെപ്രസെന്റേഷൻ വേണം. എനിക്കുണ്ട് കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ. എനിക്കൊന്ന് അഭിഷേകാണ് ബിഗ് ബോസിൽ വന്ന ആദ്യം, അല്ല അതിനു മുമ്പ് അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു, ഗേ ആയിട്ടുള്ള ഒരു വ്യക്തി. പക്ഷെ എനിക്കും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം എന്നൊക്കെയുണ്ട്. കിട്ടുമെന്നറിയില്ല. അപ്പൊ എന്തായാലും ഇനിയും ടൈറ്റിലിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഡെയിലി ബേസിസിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഒരുപാട് അഭിമാനം, സന്തോഷം സംസാരിച്ചതിൽ. ഇത്രയും സമയം എനിക്ക് ഒത്തിരി സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് തന്നെ. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന 2-3 വർഷം മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് NHF-ഉമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴാണ് ഷിനു ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ പോലുള്ള ഒരു സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. എന്തായാലും താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. താങ്ക് യു സോ മച്ച്.